സ്നേഹം തന്നെയായ നല്ല ഈശോയെ, ഇതാ വീണ്ടും നിൻ്റെ മുൻപിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുകയാണ്. കനിഞ്ഞു നൽകിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ, ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഈശോയെ നിൻ്റെ കരുണയ്ക്കായിട്ടിതാ സമർപ്പിക്കുന്നു. അവർ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഓ ഈശോയെ, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഞങ്ങളിങ്ങനെ വായിക്കുന്നുണ്ട്: രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നദ്ധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എൻ്റെ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞു മക്കളെയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ഓരോ കുഞ്ഞും അവിടുത്തെ ദാനമാണെന്ന് ഞങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. തിന്മയുടെ സംഹാര താണ്ഡവങ്ങളിൽ അബോർഷനിലൂടെ ജീവൻ പൊലിഞ്ഞു പോയ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരുടെ രക്തത്തിൻ്റെ നിലവിളിയെ പ്രതി ഈ ഭൂമിയെ അങ്ങ് ശിക്ഷിക്കരുതേ. ഒരു കുഞ്ഞിനു വേണ്ടി നോമ്പുനോറ്റ് നേർച്ച നേർന്ന് കാലങ്ങളായി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന അനേകം ദമ്പതിമാർ, ഈശോയെ, കുഞ്ഞില്ലാത്തതിൻ്റെ വേദന അവരെ എത്രമാത്രം ഇന്ന് തളർത്തുന്നുണ്ട്. ഇതുപോലുള്ള അനേക മക്കളുടെ കണ്ണുനീര് ഈശോ ഞാൻ കാണാറുണ്ട്. ഈ സമയം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ദാനമായി നൽകിയ മക്കളെ കരം നീട്ടി കണ്ണു നിറഞ്ഞ് സ്വീകരിക്കാതെ അവരെ ഇല്ലാതാക്കിയ മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംരക്ഷിക്കേണ്ടവർ തന്നെ ജീവനെടുക്കുന്നവരായി തീരുമ്പോൾ അഭയമില്ലാതെ ഭൂമിയെ വിട്ടുപോയ കുഞ്ഞുമക്കളുടെ കണ്ണുനീരിനെ പ്രതി കർത്താവേ, ഈ ലോകമക്കളോട് അങ്ങ് കോപിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓട്ടിസമൊക്കെ ബാധിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവരുടെ കുറവുകളെ ഉൾക്കൊണ്ട് ആ മക്കളെ പൊന്നുപോലെ വളർത്തുന്ന അവരുടെ മാതാപിതാക്കളുടെ ത്യാഗത്തെ ഈശോയെ ഈ സമയം അവിടുന്ന് കരുണയോടെ ഓർക്കണമേ. പ്രിയ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളെ പ്രതി ആ മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരുടെ സംരക്ഷണം എല്ലാ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്തൊക്കെ ഒത്തിരി ആകുലത അനുഭവിക്കുന്ന അപ്പനമ്മമാര് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. ഈശോയെ, ഈ സമയം അവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കളുടെ ജീവിതത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കർത്താവെ അങ്ങ് എത്രയും വേഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ച പെൺമക്കളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈശോയെ, അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ ഈ ലോകത്ത് ഞങ്ങളുടെ മക്കൾക്ക് മാലാഖമാരുടെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളാകുവാൻ അവരെ അനുഗ്രഹിക്കണമേ. ബാറൂഖ് 6-7 വചനത്തിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ആമേൻ. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ
അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ തുടർന്നു വരുന്ന 9 ദിവസങ്ങളിൽ ആബാപിതാവിനോടുള്ള ഈ അത്ഭുത പ്രാർത്ഥന 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാപിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ട് 91 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും
പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവമായ കർത്താവിന് സ്തുതി. കാവൽ മാലാഖയുടെ സംരക്ഷണം യാചിച്ചു പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപകെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. വത്സല നിത്യസഹായനാഥേ, കളങ്കമറ്റ ദിവ്യജനനി, അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായും അധികാരിയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു. വത്സലനാഥേ, പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിലും നിന്നും ഭൂകമ്പത്തിൽ നിന്നും പാഷണ്ഡ സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യോമാക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും കാത്തുരക്ഷിക്കണമേ. സ്നേഹമുള്ള അമ്മേ, മാതാവേ, ഈ ഭവനത്തിലും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ. ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒരുക്കമില്ലാതെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും അകറ്റണമേ. ഇഹത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാനും പരത്തിൽ അങ്ങയോട് കൂടി എന്നേക്കും ദൈവ തിരുമുഖത്തിൻ്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസപിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസപിതാവേ, ഹെറോദോസിൻ്റെ ക്രൂരവാളിൽ നിന്നും ഉണ്ണീശോയെ കാത്തുരക്ഷിച്ചതുപോലെ പിശാചിൻ്റെ കെണിയിൽ നിന്നും ദുഷ്ടന്മാരുടെ സകല തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനത്തെയും ഇതിലെ എല്ലാ നിവാസികളെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും കാത്തുരക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് പാപിയായ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എളിമയും ക്ഷമയും വിശുദ്ധിയും അങ്ങയുടെ തിരുഹിതത്തോട് വിധേയത്വവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, അങ്ങയിലും അങ്ങേക്ക് വേണ്ടിയും ജീവിക്കാനുള്ള കൃപ നൽകണമേ. ആപത്തിൽ സംരക്ഷണവും ദുഃഖത്തിൽ ആശ്വാസവും അനുദിന ആവശ്യങ്ങളിൽ സഹായവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അങ്ങയുടെ അനുഗ്രഹവും ഭാഗ്യമരണവും തന്നരുളയണമേ. ആമേൻ.
എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം.